നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഭാഗമായി കേരളം വിധിയെഴുതി. ഇനി 25 ദിവസങ്ങൾ നീളുന്ന കാത്തിരിപ്പാണ്. രാത്രി 8 മണിവരെ ലഭിച്ച ഔദ്യോഗിക വിവരപ്രകാരം കാസർഗോഡ് ജില്ലയിൽ ആകെ 78.3% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽബയൽ, മംഗളൂർ. വോട്ടെടുപ്പ് ദിനമായ ഏപ്രിൽ 9 രാത്രി 8 മണിവരെ ലഭിച്ച വിവരപ്രകാരം കാസർഗോഡ് ജില്ലയിൽ ആകെ 78.30% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. മണ്ഡലമടിസ്ഥാനത്തിൽ മഞ്ചേശ്വരത്ത് 78.64%, കാസർഗോട്ട് 78.98%, ഉദുമയിൽ 78.1%, കാഞ്ഞങ്ങാട്ട് 76.81%, തൃക്കരിപ്പൂരിൽ 79.14% വോട്ടർമാരും തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ഇനി ജനവിധി അറിയാൻ 25 ദിവസം നീളുന്ന കാത്തിരിപ്പാണ്. റിപ്പോർട്ടുകൾ പ്രകാരം കനത്ത പോളിംഗ് ആണ് ഇത്തവണ നടന്നിരിക്കുന്നത്. ഉയർന്ന വോട്ടിംഗ് ശതമാനം LDFന് അനുകൂലമാണെന്നാണ് CPM പറയുന്നത്. അതേസമയം ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് കൂടിയ പോളിംഗ് ശതമാനം സൂചിപ്പിക്കുന്നതെന്നാണ് UDFന്റെ വാദം. ചെറിയ ചില അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കിയാൽ ജില്ലയിലെ 5 മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. അതേസമയം രാവിലെ ചില ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കിയത് പോളിംഗിനെ ബാധിച്ചിരുന്നു. വോട്ടെടുപ്പ് അവസാനിക്കുന്ന 6 മണിക്കും ബൂത്തിൽ ക്യൂവിലുണ്ടായിരുന്നവർക്ക് ടോക്കൺ നൽകിയാണ് വോട്ട് ചെയ്യിപ്പിച്ചത്. കനത്ത ചൂടിനെ അവഗണിച്ചാണ് വോട്ടർമാരെല്ലാം പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തിയത്. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പായതിനാൽ പോളിംഗ് ശതമാനത്തിൽ സ്വാഭാവികമായും വർധനയുണ്ടാകുമെന്നാണ് പൊതുവിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അതേസമയം പോളിംഗ് ശതമാനത്തിന്റെ കൃത്യവും വ്യക്തവുമായ കണക്ക് വരാനിരിക്കുന്നതേയുള്ളൂ. മെയ് 4 കേരളത്തിന്റെ ഭാവി അറിയുന്ന വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.